കാഞ്ഞങ്ങാട് നഗരസഭ ആരോഗ്യ പ്രവർത്തകർക്കായി ഏകദിന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ശാസ്ത്രീയമായ രീതിയിലുള്ള രോഗി പരിപാലനം ആസ്പദമാക്കി പുതിയകോട്ടയിലെ ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി നഗരമാതാവ് KV സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ and തൃശൂർ. 2024-25 കാലയളവിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാഞ്ഞങ്ങാട് നഗരസഭ 43 വാർഡുകളിലെയും ആരോഗ്യ പ്രവർത്തകർക്കും ആശാപ്രവർത്തകർക്കുമായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. രോഗി പരിപാലനം ഊർജിതമാക്കുന്നതിനും ഒപ്പം ശാസ്ത്രീയമായ രീതിയിലുള്ള പുതിയ പരിചരണ രീതികൾ പരിചയപ്പെടുത്തുന്നതിനുമായി പുതിയകോട്ടയിലെ ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അത്തരത്തിലുള്ള സംവിധാനത്തിലൂടെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും, നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ മാലിന്യമുക്തമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ അവരെ സാമൂഹിക്കുന്നതിനും അവർക്ക് സഹായമായി മാറാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആശാവർക്കർമാർക്ക് ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു വന്നിരുന്നോന്ന് അറിയില്ല, സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചും ഒരു ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതായത് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ, അതായത് രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഗവൺമെന്റിൽ നിന്നൊക്കെ കിട്ടുന്ന പെൻഷൻ സംവിധാനത്തെ കുറിച്ച്, ആനുകൂല്യങ്ങളെ കുറിച്ചൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഒരു ക്ലാസ് കൂടി വേണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ടീമുമായി ബന്ധപ്പെട്ടിരുന്നു. അത് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ചടങ്ങിൽ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അധ്യക്ഷനായി. പാലിയേറ്റീവ് കെയർ ജില്ലാ കോർഡിനേറ്റർ ഷിജി ശേഖർ, ജില്ലാ ആശുപത്രി നഴ്സിംഗ് ഓഫീസർ MK ബിന്ദു എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ K ലത, KV സരസ്വതി, K പ്രഭാവതി, K അനീഷൻ, മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. പുതിയകോട്ടയിലെ അമ്മയും കുഞ്ഞും ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ KM രമേശൻ സ്വാഗതവും പാലിയേറ്റീവ് നഴ്സ് ദീപ്തി സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.